ഏറ്റുമാനൂർ നീരിക്കാട് തൊണ്ണൻമാവുങ്കൽ ജിമ്മിയുടെ ഭാര്യയായ ജിസ്മോൾ തോമസ്, മക്കളായ നോറ എന്നിവരാണ് മീനച്ചിലാറ്റിൽ ചാടി മരിച്ചത്. മരിച്ച അഭിഭാഷകയും മക്കളും ചൊവ്വാഴ്ച രാവിലെയും ആത്മഹത്യാശ്രമം നടത്തിയിരുന്നതായി പോലീസ് വെളിപ്പെടുത്തുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ പള്ളിക്കുന്ന് കടവിലെത്തി മക്കളുമായി മീനച്ചിലാറ്റിൽ ചാടിയ അഡ്വക്കേറ്റ് ജിസ്മോൾ നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ട മുറിച്ചും മക്കൾക്ക് വിഷം നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വീട്ടുജോലിക്കാരെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ദാരുണ സംഭവം നടന്നത്. ഒടുവിൽ വീട്ടിൽ വെച്ച് ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ 2 മക്കളെയും കൂട്ടി പള്ളിക്കുന്ന് കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയതെന്നും പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. പുഴയിൽ ചൂണ്ടയിടാനെത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത്. തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കരയ്ക്കെത്തിച്ചെങ്കിലും ജീവനുണ്ടായിരുന്നില്ല. ജിസ്മോളുടെ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ. ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ അലട്ടിയിരുന്നതായി പോലീസ് പറയുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അയർക്കുന്നം പോലീസ് വ്യക്തമാക്കി.